ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നത് ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ആരാധന. പ്രധാന വാർത്തകൾ. ആധാർ നമ്പർ പാൻ കാർഡുമായി ബന്ധിപ്പിക്കുന്ന നടപടി അവതാളത്തിൽ. ഭൂരിഭാഗം പേർക്കും ആധാർ പാൻ കാർഡുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പത്തിന്റെ വില വർദ്ധിപ്പിച്ചതിൽ ന്യായീകരണവുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. വില വർദ്ധിപ്പിച്ചത് ദേവസ്വം ബോർഡിന്റെ അധിക വരുമാനത്തിന്. ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി CPIയിലെ അഡ്വക്കേറ്റ് PB അനിമോൻ. പ്രതിപക്ഷമില്ലാത്തതിനാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരവും ഉണ്ടായില്ല. വാർത്തകൾ വിശദമായി. ആധാർ പാൻ കാർഡുമായി ബന്ധിപ്പിക്കുന്ന നടപടി അവതാളത്തിൽ. ഭൂരിഭാഗം പേർക്കും ആധാർ പാൻ കാർഡുമായി ബന്ധിപ്പിക്കാൻ സാധിച്ചില്ല. ആധാറും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് ജൂൺ 30 വരെയാണെന്നിരിക്കെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആധാറും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ആധാറിലും പാൻ കാർഡിലുമുള്ള പേരുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ലിങ്കിംഗ് സാധ്യമല്ല. പാൻ കാർഡിൽ തെറ്റ് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് ഗസറ്റഡ് ഓഫീസറുടെ സാക്ഷ്യപത്രവും ID കാർഡിന്റെ കോപ്പിയും വേണം. ആധാർ തിരുത്താമെന്ന് വെച്ചാൽ അക്ഷയ സെന്ററുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദിവസങ്ങൾ കയറിയിറങ്ങിയാലേ അത് സാധ്യമാവുകയുള്ളൂ. അക്ഷയ സെന്ററുകളിൽ ആധാർ ലിങ്കിങ്ങിനായി കയറി നിരാശരായി മടങ്ങുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. ഇവരുടെ ആശങ്ക ബാങ്കുകളിലും ട്രഷറികളിലും മറ്റും നൽകിയിരിക്കുന്ന തങ്ങളുടെ പാൻ കാർഡ് അസാധുവായാൽ എന്തു ചെയ്യും എന്നതാണ്. സാധാരണക്കാരായ ആളുകളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വളരെയധികം സമയമാണ് അക്ഷയ സെന്ററുകൾ ചിലവഴിക്കുന്നത്. ജനങ്ങളുടെ ആശങ്കകൾ അകറ്റാനുള്ള നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും സാധാരണക്കാരായ ആളുകളുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടിയും ആധാർ പാൻ കാർഡ് ലിങ്കിങ്ങിന് കൂടുതൽ സമയവും അനുവദിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ആധാർ തിരുത്തണമെങ്കിൽ വെറുതെയുള്ള മനുഷ്യമാണ്. ഇതുമൂലം പലർക്കും പുറത്ത് ജോലി ചെയ്യുന്ന പലർക്കും ഇപ്പോൾ ബന്ധിപ്പിക്കാനോ തിരുത്താനോ കഴിയാത്ത അവസ്ഥയാണുള്ളത്. തിരുത്താൻ ഇത്തരം നീക്കങ്ങൾ വന്നതിന് ശേഷം മാത്രമാണ് പലരും തെറ്റുകൾ കണ്ട് തിരുത്താനായി ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അക്ഷയ അടക്കമുള്ള ഏജൻസികളിൽ വലിയ തിരക്കാണുള്ളത്. മതിയായ മുൻകരുതലുകളില്ലാത്ത കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തെയും സാധാരണ ജനജീവിതത്തെയും ബാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ജില്ലാ പഞ്ചായത്തിന്റെ 2016-17 പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുണ്ടയം യുവജന സമാജം വായനശാലയിൽ അനുവദിച്ച പകൽ വീടിന്റെ ശിലാസ്ഥാപന കർമ്മം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S വേണുഗോപാൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി കവിയും സാഹിത്യകാരനും യുവജന സമാജം വായനശാലയുടെ സ്ഥാപകനുമായിരുന്ന പ്രൊഫസർ R വിശ്വനാഥൻ നായരുടെ പേരിൽ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും നടന്നു. പകൽ വീടിന്റെ ശിലാസ്ഥാപനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S വേണുഗോപാൽ നിർവഹിച്ചു. മോളാകട്ടെ മരുമകനാകട്ടെ ജോലികൾ പോകുന്ന അവസരത്തിൽ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ തിരിച്ചത് കേന്ദ്രം. ആ കേന്ദ്രത്തിന്റെ പേരാണ് പകൽ വീടെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ നാട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തി അവരെ സംരക്ഷിക്കാനുള്ള ചുമതലകൾ നമ്മുടെ വായനശാലയുടെ. വിദ്യാഭ്യാസ പുരസ്കാര വിതരണം പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം SM ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജഹാൻ, വായനശാല സെക്രട്ടറി S സഫറുള്ള ഖാൻ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി M ജിയാസുദ്ദീൻ, കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബാബു മാത്യു, ഗ്രാമപഞ്ചായത്ത് അംഗം M അജിത ബീഗം, M വിഷ്ണു, B രാജേഷ്, T അനിൽകുമാർ, P അജീം, N ശശിധരൻ, ഷീല സന്തോഷ്, C വിജയലക്ഷ്മി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജനകീയ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി പുനലൂർ നഗരസഭയിൽ ആലോചനാ യോഗം ചേർന്നു. വാർഡ് തലത്തിൽ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്താൻ തീരുമാനമായി. ഈ കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ അത് മാലിന്യ സംസ്കരണവുമായിട്ട് കൂടിച്ചേർന്ന് നടക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഈ എലിപ്പനി പോലെയുള്ള പണികൾ ഈ സമയത്ത് പടർന്നു പിടിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഏജൻസിയെ കുറ്റം പറയുക,
ഏറ്റവും എളുപ്പം പറഞ്ഞാൽ മുനിസിപ്പൽ കൗൺസിലറെ കുറ്റം പറഞ്ഞ ആളുകൾക്ക് പാതിരക്ക് സമാധാനമാവും. അതിപ്പോ റേഷൻ കാർഡ് BPL ആയാലും മുനിസിപ്പൽ കൗൺസിലർ പരിചയത്തോടെയുണ്ട്, പൊതു കളിച്ചാൽ മുനിസിപ്പൽ കൗൺസിലർ പരിചയത്തോടെയുണ്ട്. അതൊന്നും നമ്മള് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുകൾ എന്നുള്ള നിലയിൽ ഞാനിങ്ങനെ നിഷേധിച്ചോണ്ട് പറയാം. പക്ഷെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ചെയ്യേണ്ട ഒട്ടേറെ പ്രവർത്തനങ്ങൾ. ഇപ്പൊ മുനിസിപ്പൽ കൗൺസിലിനെ വിമർശിച്ചത് കൊണ്ട് മാത്രം പരിഹാരം കണ്ടെത്താനാവാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. കൗൺസിലറുടെ ജോലിയിൽ മുനിസിപ്പൽ കൗൺസിൽ അവരുടെ ജോലിയിൽ നിർവഹിക്കണം എന്നുള്ളത് ഉറപ്പായിരിക്കവേ തന്നെ നമുക്ക് നമ്മുടെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പൊതുവായി നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ശരി, ഈ വർഷവും തുടർന്നും കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടം തന്നെ നടത്തേണ്ട ഒരു കാര്യം. പകർച്ചപ്പനിയും മറ്റു രോഗങ്ങളും പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ കേരള സർക്കാർ ജൂൺ 27, 28, 29 തീയതികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ സംസ്ഥാനത്ത് മുഴുവൻ ജനകീയ ശുചീകരണ പരിപാടികൾ നടത്തുവാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പുനലൂർ നഗരസഭയിലും ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ആലോചനാ യോഗം ചേർന്നത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ, പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K പ്രഭ, തഹസിൽദാർ B ശശികുമാർ, പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, CDS മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സ്കൂൾ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. 26, 27 തീയതികളിൽ വാർഡ് തലത്തിൽ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയുടെയും നാഷണൽ ഹെൽത്ത് മിഷന്റെയും ഫണ്ട് ഉപയോഗിച്ച് 28-ാം തീയതി കുടുംബശ്രീയുടെയും യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ കലയനാടും TB ജംഗ്ഷനും ശുചീകരിക്കുന്നതിനും 29-ാം തീയതി KSRTC വെട്ടിപ്പുഴ, ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ് എന്നിവിടങ്ങളിൽ വിവിധ യുവജന രാഷ്ട്രീയ സംഘടനകളുടെയും കുടുംബശ്രീയുടെയും സഹായത്തോടെ വമ്പിച്ച ശുചീകരണ പരിപാടിയും സംഘടിപ്പിക്കാൻ ചർച്ചയിൽ തീരുമാനമായി. ലൈവ് വാർത്ത, പുനലൂർ. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പത്തിന്റെ വിലവർദ്ധനവിൽ ന്യായീകരണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. വിലവർദ്ധനവ് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനത്തിന് അധിക വരുമാനം കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണെന്നും പ്രസിഡന്റിന്റെ വിശദീകരണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഉൾപ്പെടെയുള്ളവയുടെ ചെലവിനായി 86 കോടി രൂപയാണ് ദേവസ്വം ബോർഡിന് അധികമായി വേണ്ടത്. ഇത്രയും തുക കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പത്തിന്റെ വിലയിൽ വർധനവ് വരുത്തിയതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഉണ്ണിയപ്പത്തിന് വില കൂട്ടിയത് എന്തിനാ? ഞാൻ പറഞ്ഞ 86 കോടി രൂപ കണ്ടെത്തുന്നതിൽ അവിടെ നിന്നും ഒരു വരുമാനം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ണിയപ്പം ഉണ്ട്. 8 ഉണ്ണിയപ്പത്തിന് 50 രൂപയ്ക്ക് കൊടുക്കുന്നു. കൊട്ടാരക്കരയിൽ 10 ഉണ്ണിയപ്പത്തിന് 20 രൂപയായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു. ഇപ്പോൾ പോയി അവിടെ ഉണ്ണിയപ്പം വാങ്ങിച്ചാട്ടെ, ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാം. അതിന് വീഴ്ചയുണ്ടെങ്കിൽ സമരം ചെയ്യട്ടെ. ഇന്ന് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ആ സമരം ഇരിക്കുന്നേ. തൻ്റെ ഇടമുള്ളവർ ഞാൻ മോഷ്ടിച്ചു, കൈക്കൂലി വാങ്ങിച്ചു, കമ്മീഷൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യട്ടെ. ആ സമരം എനിക്ക് ഉപകാരമായി. കുറേ ആൾക്കാർ ഞാൻ BJP ആണെന്ന് പറഞ്ഞു, കുറേ ആൾക്കാർ പറഞ്ഞു ഞാൻ RSS ആണെന്ന്. ഞാൻ BJP RSS വല്ലതും ആണെങ്കിൽ എൻ്റെ വീട്ടിന് മുമ്പിൽ സമരം വരുമോ? പല ക്ഷേത്രങ്ങളിലും 8 ഉണ്ണിയപ്പത്തിന് 50 രൂപ നൽകുമ്പോൾ പ്രതിഷേധിക്കാത്തവരാണ് 10 ഉണ്ണിയപ്പത്തിന് 20 നിന്നും 35 രൂപയാക്കി മാറ്റിയപ്പോൾ പ്രതിഷേധിക്കുന്നത്. 20 രൂപയ്ക്ക് നൽകിയിരുന്ന ഉണ്ണിയപ്പത്തിന്റെ ക്വാളിറ്റിയും കുറവായിരുന്നു. ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പത്തിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഗുണനിലവാരത്തിൽ കുറവുണ്ടെങ്കിൽ സമരം ചെയ്യട്ടെയെന്നും രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയാണ് ചിലർ തനിക്കെതിരെ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിഷേധിക്കുന്നതെന്നും പ്രയാർ പറഞ്ഞു. തന്റെ ഇടമുള്ളവർ താൻ മോഷ്ടിച്ചുവെന്ന് പറഞ്ഞ് സമരം ചെയ്യട്ടെയെന്നും ഇവരുടെ സമരം തനിക്കെതിരെയുള്ള പല തെറ്റിദ്ധാരണകളും മാറ്റാൻ തനിക്ക് ഉപകാരമായെന്നും പ്രയാർ കൂട്ടിച്ചേർത്തു. പത്തനംതിട്ട പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉണ്ണിയപ്പം കവർ ഒന്നിന് 20 രൂപയിൽ നിന്നും 35 രൂപയാക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെയാണ് ഉപദേശക സമിതി ഉൾപ്പെടെ ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്ത് വന്നത്. ബോർഡിന്റെ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തതോടെ ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പ വിതരണവും നിലച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. പുനലൂർ അഞ്ചൽ റോഡിൽ ശബരിഗിരി സ്കൂളിന് സമീപം റോഡ് തകർന്നു. ഗതാഗതം ദുഷ്കരം.
റോഡ് തകർന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ കണ്ടതായി ഭാവിക്കുന്നില്ല. സ്കൂളുകൾ കൂടി തുറന്നതോടെ ഇതുവഴിയുള്ള വാഹനത്തിരക്ക് ഏറെ വർദ്ധിച്ചു. ഇതോടെ റോഡിൽ വലിയ കുഴികളും രൂപപ്പെട്ടിരിക്കുകയാണ്. ദിനംപ്രതി റോഡിന്റെ സ്ഥിതി വഷളാവുകയും ചെയ്യുന്നു. മാത്രമല്ല, പാതയിൽ പല ഭാഗത്തും റോഡിന്റെ അരികുകൾ ഇടിഞ്ഞിരിക്കുന്നത് അപകട ഭീഷണി ഉയർത്തുകയാണ്. ഇരുചക്രവാഹനങ്ങൾ പാതയിൽ ദിവസേന അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു. പുനലൂർ അഞ്ചൽ പാത തകർച്ച നേരിട്ടിട്ടും അധികൃതർ കാട്ടുന്ന നിസ്സംഗത പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. ലൈവ് വാർത്ത, പുനലൂർ. ജെഎസ് ഫാഷൻ ജ്വല്ലേഴ്സ് SBT ബാങ്കിന് സമീപം അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ജെഎസ് ഫാഷൻ ജ്വല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. വധുവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ ന്യൂ ഫാഷൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. The awesome collection of ready-made wear. JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഫോൺ 0475227719. വ്രതശുദ്ധിയുടെ നാളുകൾക്കൊടുവിൽ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു പെരുന്നാൾ കൂടി വന്നെത്തിയിരിക്കുന്നു. ഇത്തവണ പെരുന്നാളിനെ കൂടുതൽ മനോഹരമാക്കുവാൻ വിപുലവും വർണ്ണാഭവുമായ പുതുപുത്തൻ മെൻസ്, ലേഡീസ്, കിഡ്സ് ട്രെൻഡി കളക്ഷൻസുമായി JS വെഡിംഗ് പാലസും ഒരുങ്ങിക്കഴിഞ്ഞു. ഏവർക്കും JS ഗ്രൂപ്പിന്റെ റംസാൻ ആശംസകൾ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. ഒരു വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. പ്രശസ്തരായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. ഉന്നത നിലവാരമുള്ള പ്രാക്ടിക്കൽ സൗകര്യം, ബൃഹത്തായ ലൈബ്രറി, ഔഷധത്തോട്ടം, ഔഷധ നിർമ്മാണശാല, ആയുർവേദത്തെക്കുറിച്ച് സമഗ്ര അറിവ് നൽകുന്ന പാഠ്യപദ്ധതി, സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ പരിശീലനം, യോഗ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, മികച്ച താമസ ഭക്ഷണ സൗകര്യം തുടങ്ങിയവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഇവിടെ പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ജോലി ഉറപ്പു നൽകുന്നു. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. ഫോൺ 0492322728. മൊബൈൽ 9995444173. 9995244173. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. കൈവശ ഭൂമിക്കാർക്ക് പട്ടയം നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു. മാങ്കോട്, വാഴപ്പാറ, പൂങ്കുളിഞ്ഞി, നടുമുരിപ്പ് പ്രദേശങ്ങളിലെ കൈവശക്കാർക്കാണ് പട്ടയം നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് CPI നേതാക്കൾ റവന്യൂ മന്ത്രിക്ക് നിവേദനം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S വേണുഗോപാൽ, CPI മണ്ഡലം സെക്രട്ടറി M ജിയാസുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് റവന്യൂ മന്ത്രിക്ക് നിവേദനം നൽകിയത്. അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നടപടികൾ വേഗത്തിലാക്കാനും ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു. മുൻ റവന്യൂ മന്ത്രിയായിരുന്ന KP രാജേന്ദ്രൻ മാങ്കോട്, വാഴപ്പാറ മേഖലകളിലുള്ളവർക്ക് കൈവശരേഖ നൽകിയിരുന്നു.
CPI പത്തനാപുരം മണ്ഡലം കമ്മിറ്റി നേതാക്കളായ കെ അശോകൻ നായർ, മാങ്കോട് വാർഡ് മെമ്പർ KP രാജു എന്നിവരും നിവേദക സംഘത്തിന് ഒപ്പമുണ്ടായിരുന്നു. വാഴപ്പാറ പ്രദേശങ്ങളിലുള്ള പട്ടയത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുവാൻ റവന്യൂ മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് പ്രത്യേകമായി റവന്യൂ മന്ത്രിയെ കാണാൻ അവസരം ഞങ്ങൾക്ക് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനം അദ്ദേഹത്തെ കണ്ടു നടത്തിയ കർഷക അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ കൈവശരേഖ ലഭ്യമായവർക്ക് പട്ടയം ലഭിക്കുന്നതിനും കൈവശരേഖ ലഭിക്കാനുള്ളവർക്ക് ആ നടപടി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ ഈ സംഘത്തിന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ലൈവ് വാർത്ത പത്തനാപുരം. അഞ്ചൽ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സെന്ററിന്റെയും അഞ്ചൽ ഈദ്ഗാ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് PH മുസ്തഫ് ചടങ്ങിൽ മുഖ്യ സന്ദേശം നൽകി. വിശ്വാസിയെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന നോമ്പിന്റെ ദിനത്തിൽ അഞ്ചൽ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സെന്ററിന്റെയും ജമാഅത്തെ ഇസ്ലാമി അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വിവിധ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരെയും രാഷ്ട്രീയ പ്രതിനിധികളെയും സംയോജിപ്പിച്ച് നടത്തിയ ഇഫ്താർ സംഗമം മതമൈത്രിയുടെയും സാഹോദര്യത്തിന്റെയും ഉദാഹരണമായി മാറി. ചടങ്ങിൽ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് PH മുസ്തഫ മുഖ്യ സന്ദേശം നൽകി. ജമാഅത്തെ ഇസ്ലാമി അഞ്ചൽ ഏരിയ പ്രസിഡന്റ് A ജലാലുദ്ദീൻ കുട്ടി, സെക്രട്ടറി യാസർ ഷംസുദ്ദീൻ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് VY വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു KC, വാർഡ് മെമ്പർ ബിന്ദു മുരളി, അഞ്ചൽ പ്രസ് ക്ലബ് സെക്രട്ടറി ബാലചന്ദ്രൻ, അനീഷ് K. ഐലറ, അഡ്വക്കേറ്റ് സജീവൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി CPIയിലെ അഡ്വക്കേറ്റ് PB അനിമോനെ തെരഞ്ഞെടുത്തു. പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യമില്ലാത്തതിനാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരമുണ്ടായില്ല. ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് കോൺഫറൻസ് ഹാളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മത്സരമില്ലാതെ ഏകകണ്ഠമായി CPIയിലെ അഡ്വക്കേറ്റ് PB അനിമോനെ ഭരണസമിതി പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയായിരുന്നു. LDF ഭരണസമിതിയിൽ നിന്ന് കൊച്ചുകോശി പേര് നിർദ്ദേശിക്കുകയും രാജേന്ദ്രൻ നായർ പിന്താങ്ങുകയും ചെയ്തു. പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യമില്ലാത്തതിനാൽ മത്സരമുണ്ടായില്ല. ഡയറക്ട് ബോർഡ് അംഗങ്ങളായ K. കൊച്ചുകോശി, K. മൊയ്തീൻകുട്ടി, P. രാജു, N. രാജേന്ദ്രൻ നായർ, KK സരസൻ, P. ചന്ദ്രൻ, ജൂലിയറ്റ് മേരി, ലേഖ L, സീമ സന്തോഷ്, രസികുമാർ തുടങ്ങിയവർ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് അനുമോദന യോഗവും നടന്നു. യോഗം ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PB അനിമോൻ അധ്യക്ഷനായി. CPI നേതാക്കളായ ജോബോയ് പെരേര, BP ഉണ്ണികൃഷ്ണൻ, CPM നേതാവ് പ്രദീപ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ജമാഅത്തെ ഇസ്ലാമി പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നും സൌഹൃദ സംഗമവും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S. വേണുഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുണ്യമാസത്തിന്റെ വിശുദ്ധ ദിനങ്ങൾക്ക് പര്യവസാനമാകുന്നതിന് മുന്നോടിയായി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നും സൌഹൃദ സംഗമവും നടന്നു. പത്തനാപുരം അല്ലമീൻ പബ്ലിക് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് PH ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S. വേണുഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഖുർആൻ പഠിച്ചതുകൊണ്ട് പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെടും. ബൈബിൾ വിളിച്ചോടത്ത് ചോദിച്ചാൽ പറയുന്നതുകൊണ്ട് പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെടും. ഭഗവത്ഗീതയുടെ കുറച്ച് വാക്യങ്ങൾ ഉരുവിട്ട് പഠിച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കപ്പെടും എന്ന് പറയുന്ന ആ ചിന്തയും ശരിയല്ല എന്നുള്ള അനുഭവത്തിലൂടെ ബോധ്യപ്പെടുകയും, അപ്പൊ എവിടേക്കോ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതിനുള്ള പരിഹാരം കണ്ടെത്താനുള്ള കൂട്ടായ്മ ആവശ്യമാണ്. അതിൽ പലതരത്തിലുള്ള ഇടപെടൽ വരുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ ആമുഖത്ത് സൂചിപ്പിച്ച പോലെ പല ഇടപെടലുകൾ, പലതരത്തിലുള്ള വളർച്ചയ്ക്കും വേണ്ടി പല ഇടപെടലുകൾ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് PH മുഹമ്മദ്, പട്ടാഴി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വേണു, പ്രദീപ് ഗുരുകുലം, അഡ്വക്കേറ്റ് സാജു ഖാൻ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജോ K. എബ്രഹാം, AMR ഹാഷിം, സ്നേഹരാജ്യം ചീഫ് എഡിറ്റർ അമൽരാജ്, ശിവൻകുട്ടി, പൌലോച്ചൻ മാധവശ്ശേരി, സുബി ചേകൻ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആധാർ നമ്പർ പാൻ കാർഡുമായി ബന്ധിപ്പിക്കുന്ന നടപടി അവതാളത്തിൽ. ഭൂരിഭാഗം പേർക്കും ആധാർ പാൻ കാർഡുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പത്തിന്റെ വില വർദ്ധിപ്പിച്ചതിൽ ന്യായീകരണവുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. വില വർദ്ധിപ്പിച്ചത് ദേവസ്വം ബോർഡിന്റെ അധിക വരുമാനത്തിന്.
ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി CPIയിലെ അഡ്വക്കേറ്റ് PB അനിമോൻ. പ്രതിപക്ഷമില്ലാത്തതിനാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരവും ഉണ്ടായില്ല. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്,